അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവാണ് തന്നെ സൃഷ്ടിച്ചതും പരിപാലിച്ചു പോരുന്നതും അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയാണ് ഒരാൾ സത്യവിശ്വാസിയാവുന്നത്. അങ്ങനെ സത്യം വ്യക്തമായി ബോധ്യമായി കഴിഞ്ഞ ശേഷം, സത്യവിശ്വാസിയായ ശേഷം ഒരാൾ ആത്മരക്ഷാർത്ഥം വല്ലപ്പോഴും സത്യനിഷേധം പുറത്തേക്ക് പ്രകടിപ്പിച്ചാൽ അത് കുറ്റമാവില്ല. എന്നാൽ അയാൾ ഇസ്ലാമിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപവും ശിക്ഷയും ഉണ്ടാവുമെന്നാണ് കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത്. എന്തുകൊണ്ടാണ് സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം അത് ഉപേക്ഷിക്കുന്നതിനെ അള്ളാഹു ഇത്ര ഗൗരവമായി കാണുന്നത് എന്നതിൻ്റെ കാരണം വ്യക്തമാക്കുകയാണ് ഇന്ന് പഠിക്കുന്ന 107, 108, 109 ആയത്തുകളിൽ. ദാലിക ബി അന്നഹു മുസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബി അന്നഹു മുസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയ, അവർ ഈ ദുനിയാവിലെ ജീവിതം കൂടുതൽ ഇഷ്ടപ്പെടുക തന്നെ ചെയ്തു. അലൽ ആഖിറത്തി, പരലോകത്തെക്കാൾ. അള്ളാഹു പരലോകത്ത് വാഗ്ദാനം ചെയ്യുന്ന വിശിഷ്ടമായ പ്രതിഫലങ്ങൾ അവഗണിച്ച് ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ ശത്രുക്കൾ ഓഫർ ചെയ്യുന്ന ഈ ലോകത്തെ നേട്ടങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് അവർ ചെയ്തത്. അള്ളാഹുവിനതിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായതുകൊണ്ടല്ല അള്ളാഹു അവരോട് കോപിക്കുന്നത്, മറിച്ച് സൃഷ്ടാവും അനുഗ്രഹദാതാവുമായ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ധിക്കരിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. വ അന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. നിഷേധികളായ ജനതയെ അള്ളാഹു ഒരിക്കലും നേർമാർഗത്തിലേക്ക് നയിക്കുകയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ ലോകത്തെ നേട്ടങ്ങളെയൊക്കെ അള്ളാഹുവിന് വിൽപ്പന നടത്തി പകരം പരലോക മോക്ഷം നേടാൻ സന്നദ്ധമാവുക എന്നതാണ്. എന്നാൽ ഇവർ ഈ ലോക നേട്ടങ്ങൾക്ക് പകരം പരലോകത്തെ അതിവിശിഷ്ടമായ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ഹിദായത്തിന് അർഹതയില്ലാത്തവരായി മാറുന്നു. ഉലൈകല്ലദീന തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം. അള്ളാഹു ഹൃദയങ്ങൾ അടച്ചുപൂട്ടിയിട്ടുള്ളവർ അവർ തന്നെയാണ്. വസംഇഹിം വ അബ്സാരിഹിം. അവരുടെ തന്നെ കേൾവികളും അവരുടെ തന്നെ കാഴ്ചകളുമൊക്കെ അള്ളാഹു അടച്ചുപൂട്ടിയിരിക്കുന്നു. ഉലൈക, അക്കൂട്ടർ തന്നെയാണ് ഭൗതിക നേട്ടങ്ങൾ കൊതിച്ച് സത്യനിഷേധത്തിലേക്ക് തിരിച്ചുപോയി അള്ളാഹുവിൻ്റെ കോപത്തിന് അർഹരായി എന്ന് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ അക്കൂട്ടർ തന്നെയാണ്. തബ അള്ളാഹു അടച്ചുപൂട്ടി സീൽ വെച്ചിരിക്കുന്നു. തുറക്കാനാവാത്ത വിധം അള്ളാഹു അടച്ചുപൂട്ടി സീൽ വെച്ചിരിക്കുന്നു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിനുമേൽ. അവർ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഉപയോഗിക്കുന്ന അവരുടെ മനസ്സ്, ആ മനസ്സിലേക്ക് സത്യം കടന്നു ചെല്ലാത്ത വിധം അള്ളാഹു അതിനെ അടച്ചുപൂട്ടിയിരിക്കുന്നു. വസംഇഹിം വ അബ്സാരിഹിം. അവരുടെ കാതുകളും അവരുടെ കണ്ണുകളും അടച്ചുപൂട്ടിയിരിക്കുന്നു. സത്യവും യാഥാർത്ഥ്യവും അവർക്ക് കേൾക്കാനോ കാണാനോ ഗ്രഹിക്കാനോ കഴിയാത്ത വിധം അവരുടെ ഹൃദയങ്ങളും കണ്ണും കാതും ഭൗതിക നേട്ടങ്ങളിലേക്കും സുഖലോലുപതയോടുള്ള സ്നേഹത്തിലേക്കും സമ്പത്തിനോടുള്ള ആർത്തിയിലേക്കും അള്ളാഹു തിരിച്ചുവിടും. അങ്ങനെ അവർ സത്യത്തെക്കുറിച്ച് അശ്രദ്ധരായി ജീവിക്കും. വ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ തന്നെയാകുന്നു അശ്രദ്ധയിൽ ആണ്ടുപോയവർ. ഗഫലത്ത് എന്നാൽ അശ്രദ്ധ, ഗാഫിലൂൻ അശ്രദ്ധയിലായി പോയവർ. മനുഷ്യൻ ഈ ലോകത്തെ നേട്ടങ്ങൾ വാരിക്കൂട്ടാൻ ശ്രമിക്കുന്ന തിരക്കിൽ ഓടി നടക്കുമ്പോൾ അവർക്ക് മരിക്കുമെന്നോ മരിച്ചാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നോ ചിന്തയുണ്ടാവില്ല. അക്കാര്യത്തിൽ അവർ അശ്രദ്ധരായി പോകും. അങ്ങനെയുള്ള മനുഷ്യൻ്റെ അവസ്ഥയെ ഗാഫിലൂൻ എന്ന് പ്രയോഗിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആർത്തി പൂണ്ട് സമ്പത്തിന് പിന്നാലെ പോകുന്ന ഒരുപാട് മനുഷ്യരെ നാം നമ്മുടെ നിത്യജീവിതത്തിൽ കാണാറുണ്ടല്ലോ. ഒരു വേളയെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു സൽക്കർമ്മത്തിന് അവരെന്തുകൊണ്ട് മുതിരുന്നില്ല എന്ന് നാം ആലോചിച്ചു പോകും. അവിടെയാണ് ഈ ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്തി. സൽക്കർമ്മങ്ങൾക്കും മറ്റുമായി ചിലവഴിക്കുന്ന സമയം കൂടി പണം സമ്പാദിക്കുവാനും മറ്റുമായി ഉപയോഗപ്പെടുത്താം എന്ന ചിന്തയിലേക്ക് അവരുടെ മനസ്സുകൾ തിരിച്ചുവിടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഫലം എന്തായിരിക്കും? അവർ അള്ളാഹുവിനെക്കുറിച്ച് അശ്രദ്ധരായ നിലയിൽ മരിച്ചു പോകും. അപ്പോഴോ ലാ ജറമ, അതിൻ്റെ അനിവാര്യ ഫലമായി സംഭവിക്കുന്നത് അന്നഹും ഫിൽ ആഖിറത്തി, അവർ തീർച്ചയായും അന്ത്യനാളിൽ ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാവും മഹാനഷ്ടം സംഭവിക്കുന്നവർ.
ശാശ്വതമായി നിലനിൽക്കുന്ന പരലോക സൗഭാഗ്യങ്ങളെ താൽക്കാലികമായ ഈ ലോക നേട്ടത്തിനു വേണ്ടി നഷ്ടപ്പെടുത്തിയത് അന്നവർ മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾക്ക് പിന്നാലെ പോയി അള്ളാഹുവിനെ മറക്കാതിരിക്കണമെങ്കിൽ അതിനായി സ്ഥിരമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമസ്കാരത്തിൽ ഒരു ദിവസം തന്നെ പലതവണ നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നല്ല ബോധത്തോടെയാണോ നാം അത് പ്രാർത്ഥിക്കുന്നത് എന്ന് പരിശോധിക്കുക. അള്ളാഹുവേ, എൻ്റെ മനസ്സിനെ നീ നിൻ്റെ ദീനിൽ പിടിച്ചു നിർത്തണമേ എന്ന് അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പതറാതെ ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.